Ni sa sa re sa ni sa sa ga re ni sa sa re sa ni sa sa ga re ni sa sa re sa ni sa sa ga re sa pa ma pa ga re നീല നിലാവിൻ മാളികമേലെ മാമഴവില്ലിൻ താമരനൂലെ ഊയലിലാടും പൂമയിലാളെ നിറകതിരഴകൊളി ഐഷാബേ മൊഹബ്ബത്തിൽ ഉണർന്നു മലർപ്പനി മുഹമ്മദ് റസൂൽ വരും വഴി മനസ്സിലെ അതൃപ്പമൊരുക്കി നീ ഇഹം പരം പൊരുൾ റഹീമല്ല അമ്മൂസേ, അമ്മൂസേ, അല്ല ഇതാരാ? ദച്ചു? അതെ, ഞാൻ തന്നെയാണല്ലോ. അപ്പൊ നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടല്ലേ ദച്ചു? അതെന്താ അമ്മൂസ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ അങ്ങനെ മറക്കുവോ? ഒന്നില്ലെങ്കിലും എന്റെ മാമന്റെ അമ്മയുടെ വീടല്ലേ. ആ, അത് നിനക്ക് ഓർമ്മയുണ്ടായാ മതി. അല്ല, എക്സാം കഴിഞ്ഞിട്ട് നിന്നെ ഈ വഴിക്ക് പിന്നെ കണ്ടിട്ടില്ല. എന്ത് പറയാനാ അമ്മൂസേ, എക്സാം കഴിഞ്ഞതോടുകൂടി ഞാൻ ആകെ ടയേർഡായി. പിന്നെ എക്സാമിന്റെ ക്ഷീണം മൊത്തം ഞാൻ ഉറങ്ങി തീർക്കുമായിരുന്നു. ആ, അതൊക്കെ പോട്ടെ. അല്ല, മിസ്റ്റർ ശിവപ്രസാദ് എന്തി? എന്റെ അങ്കിൾ ഇത്ര നേരമായിട്ട് ഇങ്ങോട്ട് കണ്ടില്ല. ഡി ചുമ്മാ പാറ അമ്മൂസേ, മാമൻ എന്തി? ഏട്ടന് ഓഫീസിൽ പോയി ദച്ചു. ആണോ? അല്ല മൂസേ, ശിവ എന്തി? ആ, അതിന്റെ കാര്യമൊന്നും പറയണ്ട. നീ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിന്റെ ക്ഷീണം അവൾ ഉറങ്ങി തീർത്തോണ്ടിരിക്കുക. അപ്പ അവൾ എഴുന്നേറ്റിട്ടില്ലേ? ഹേയ്, അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എക്സാമും കഴിഞ്ഞു, റിസൾട്ടും വന്നു, വെക്കേഷനും തീർന്നു. ഇതാ കോളേജ് തുറക്കാൻ പോവാ. എന്നിട്ടും എക്സാമിന്റെ ക്ഷീണം തീർന്നിട്ടില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന രണ്ടെണ്ണങ്ങൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എന്നാ കൂട്ടത്തിൽ കൂട്ടണ്ട. എന്റെ ഉറക്കവും ക്ഷീണമൊക്കെ ഇന്നലത്തൂടെ തീർന്നതാ. ഇനി പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഞാൻ പോയി അവളൊന്ന് എഴുന്നേൽപ്പിക്കട്ടെ. ആ ശരി, ചെല്ല് ചെല്ല്. ശിവ, ദൈവമേ, ഈ ഉറക്കപ്രാന്തി ഞാൻ ഇനി എങ്ങനെ എഴുന്നേപ്പിച്ചെടുക്കാനാണോ? കിടക്കുന്നാണ്ടില്ലേ വെട്ടിയിട്ട വാഴ പോലെ. ശിവ, എഴുന്നേറ്റേ. ശിവ, ഇടി എഴുന്നേക്കടി. എന്റെ ദൈവം, ഈ കുരുപ്പാണെങ്കിൽ വിളിച്ചിട്ട് എഴുന്നേക്കൊന്നുമില്ലല്ലോ. ദച്ചു, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റും. യു ക്യാൻ. ശിവ, എന്നോട് ക്ഷമിച്ചേക്കടി. നിന്നെ എഴുന്നേപ്പിക്കാൻ ഇപ്പോ ഇതല്ലാതെ വേറൊരു വഴി എനിക്കില്ല. അയ്യോ സുനാമി. അയ്യോ തെച്ചു, നീയോ? താങ്ക് ഗോഡ്, നീ എഴുന്നേറ്റല്ലോ. കുരുപ്പേ, നീ രാവിലെ തന്നെ ഉറക്കം കളയാൻ വേണ്ടി വന്നാണോ? എന്റെ ഉറക്കവും പോയി. ദേ ശിവ, നീ എന്റെ വായി നല്ലത് കേക്കും. ഇന്നലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇന്നലെ നീ എന്ത് പറയാൻ? പോടി, ഞാൻ ഉറങ്ങട്ടെ. ശിവ, ഇനി നീ ഇപ്പെങ്ങാലും ഉറങ്ങിയ. നേരത്തെ ജഗ്ഗിലായിരുന്നെങ്കിൽ ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്ന ബക്കറ്റിലാ. ബക്കറ്റ് ഞാൻ നിന്റെ തലവഴി കൊണ്ടുവന്ന് കമത്തും. എന്റെ പൊന്നു തെച്ചുവേ, നിനക്ക് എന്തോ ആടി? നീ എന്റെ ഉറക്കം കളയാൻ വേണ്ടിയാണോ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്? അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും മോൾക്ക് ഓർമ്മയില്ലേ? ഇന്നലെ എന്ത് പറഞ്ഞെന്ന്? ഓ, എങ്ങനെ ഓർമ്മയുണ്ടാവാനാ? ഈ ഉറക്കപ്പിച്ചിലിരുന്നല്ലേ കേട്ടത്. നമ്മൾ +2-ലായിരുന്നു എന്നുള്ള കാര്യം മോൾക്ക് ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട്. നമ്മൾ എക്സാം എഴുതിയത് ഓർമ്മയുണ്ടോ? ആ, അതും ഓർമ്മയുണ്ട്. റിസൾട്ട് വന്നത് ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട്. വെക്കേഷൻ കഴിഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ഓ, വെക്കേഷൻ കഴിഞ്ഞല്ലേ. എന്ത് കഷ്ടല്ലേ. അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അപ്പോ അതല്ലേ
ഓ എൻ്റെ പൊന്ന് ശിവ, നമ്മളിനി കോളേജിലേക്കാ. കോളേജ് തുറക്കാൻ ഇനി 2-3 ദിവസം കൂടിയേ ഉള്ളൂ. ഓ പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ, നമ്മളിനി കോളേജിലേക്കാണല്ലേ. അപ്പൊ അതിനു വേണ്ടി കുറച്ച് ഷോപ്പിംഗ് നടത്തുന്ന കാര്യങ്ങളെ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഭവതിക്ക്? ആ ഇപ്പൊ ഓർമ്മ വന്ന്. എന്നാ പോയി ഒന്ന് റെഡി ആയിട്ട് വാ കുരുപ്പേ. ദേ ഇപ്പൊ വരാം, ഒരു 2 minutes. 2 minutes-ആ? അപ്പൊ കുളിയൊന്നും ഇല്ലേ? എന്തിന്? ഒരു സ്പ്രേ അടിച്ചാണ്, ഇതൊക്കെ ആരറിയാനാ? ചില അമൂല്യാണ്, അത് പാഴാക്കാൻ പാടില്ല. ഓ നാറി, പോയി കുളിക്കടി. അല്ല കുളിക്കണോ നിർബന്ധാണോ? അതെ. ഓ ചടങ്ങ്. നീ ഇനി കുളിച്ചിട്ട് താഴത്തേക്ക് വാ, ഞാൻ താഴെ ഉണ്ടാകും. ഓക്കെ മാഡം. നീ എന്തായാലും താഴെ ചെന്ന് എൻ്റെ തള്ളയുടെ 2 തള്ളു കേട്ടോണ്ടിരിക്കേ, അപ്പത്തേക്കും ഞാനങ്ങ് എത്തിയേക്കാം. അമ്മൂസ് കേക്കണ്ട. എന്റെ പൊന്ന് തെച്ചു, ചതിക്കല്ലേ. ഇനി ഈ കാര്യത്തിന് പോരാളി എന്റെ ഫുഡ് കട്ട് ചെയ്യും. ആ അമ്മൂസോടെ വർക്കിലായിരുന്നു. ഏയ് അതൊക്കെ നേരത്തെ കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമായിരുന്നു. അല്ല ശിവ എന്തേ? അവളിതുവരെ എഴുന്നേറ്റില്ലേ? ആ അവളെഴുന്നേറ്റ്, എഴുന്നേപ്പിച്ച് ഫ്രഷ് ആവാൻ വിട്ടിട്ടുണ്ട്. ആണോ? ആ എന്നാ നീ വന്നിരിക്കേ, വാ കാപ്പി കുടിക്കാം. അയ്യോ വേണ്ട മൂസേ, ഇപ്പൊ തന്നെ വയറ് ഫുള്ളാ. ആഹാ, അപ്പൊ നാത്തു നിനക്കെന്തോ കാര്യമായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് തോന്നല്ലോ. പിന്നെ എന്തായിരുന്നു? ദോശയും സാമ്പാറും. ആഹാ, നിന്റെ ഫേവററ്റ് ആണല്ലോ, വെറുതെ അല്ല. അമ്മ ഫുഡ്. ആ എത്തിയോ? ഞാൻ വന്നപ്പോ നിങ്ങൾ ഡൈനിങ് ഏരിയയിൽ നോക്കി, അവിടെ കണ്ടില്ല. അപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ കിച്ചണിൽ ഉണ്ടാകുന്നു. എന്തിനാ അമ്മ വെറുതെ ഇങ്ങനെ തള്ളി അവള് വെറുപ്പിക്കുന്നത്? ദേ കുരുപ്പേ, നിന്നെ ഞാൻ ഉണ്ടല്ലോ. അമ്മൂസേ, ശിവ പ്ലീസ് തുടങ്ങല്ലേ രാവിലെ രണ്ടും കൂടെ. ഓക്കെ ഓക്കെ ശിവ, നീ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ, നമുക്ക് പോവാം. ഓക്കെ. അല്ല നീ കഴിക്കുന്നില്ലേ? ഏയ് എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചിട്ട് വന്നതാ. ആണോ? അമ്മ ഫുഡ് എടുത്തോ. അല്ല ഇന്നിവിടെ എന്താ? പുട്ട്. ഇന്നും പുട്ടോ? എനിക്ക് വേണ്ട. കഴിച്ചിട്ട് പോ പെണ്ണെ. എനിക്ക് വേണ്ട, ഞാൻ എന്തായാലും പുറത്തേക്കല്ലേ പോകുന്നത്, അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. ഓ ഈ പെണ്ണ്. പിന്നൊരു കാര്യം. എന്താ? എന്ന് രാവിലെ പുട്ടല്ലേ കഴിക്കുന്നേ, പിന്നെങ്ങനെയാ തള്ളാതിരിക്കുക? ദീ ഞാൻ പോയി. വെച്ചു നീ പുറത്തേക്ക് പോരെ, ഞാൻ അവിടെ ഉണ്ടാകും. ശിവ, നമ്മളൊന്നും മേടിക്കാൻ മറന്നിട്ടില്ലല്ലോ. എല്ലാം മേടിച്ചില്ലേ? ആ ദച്ചു, നമ്മൾ ലിസ്റ്റിൽ എഴുതിയ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് നല്ല വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. അതെ, അപ്പോൾ നമുക്ക് അതിന്റെ സന്തോഷത്തിൽ 2 ഐസ്ക്രീം കഴിച്ചാലോ? അതിനെന്താ, സെറ്റ്. വാ കഴിക്കാം. എന്നാ വാ നമുക്ക് ആ ഷോപ്പിൽ കയറാം. ഓ സോറി. കൽബിനകമേ കബപണിതേ ഹജുറുല്ലസ്വദായ് നീയും പതിഞ്ഞേ ഇജറ പോയിടേ റൂഹ് പിടഞ്ഞേ കിബില തിരിഞ്ഞേ കിബിറ് വെടിഞ്ഞേ പകലിരവുകളുടെ റബ്ബ് ഇഹപരമിലും തുണ റബ്ബ് ഉടലിനുടയോൻ റബ്ബ് റബ്ബോടിന്നെൻ ഹുബ്ബ്. പകലിരവുകളുടെ റബ്ബ് ഇഹപരമിലും തുണ റബ്ബ് ഉടലിനുടയോൻ റബ്ബ് റബ്ബ്